Guys, so ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് അനദർ സെറ്റ് ഓഫ് മണ്ഡലയാണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ഹാഫ് മണ്ഡല പ്ലസ് ഹാഫ് ആർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് ഒരു വലിയ സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ പേജിൽ ഏകദേശം ഫില്ലാവുന്ന രീതിയിലാണ് ഞാൻ വരയ്ക്കുന്നത്. സോ ജസ്റ്റ് ഡ്രോ ഓൺ ദി ഇന്നർ സർക്കിൾ. ഇനി ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് വാട്ട് ഐ എം ഗോണ ഡു ഇസ് ഓക്കെ ഒരു ക്ലൗഡ് വരയ്ക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ, മണ്ഡലയുടെ ഉള്ളിൽ ക്ലൗഡ് വരയ്ക്കുകയാണ്. സോ ബേസിക്കലി ഞാനത് വരയ്ക്കുന്നത് ഇങ്ങനെ, അവിടെ നിന്ന് ഒരെണ്ണം ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ 3 ക്ലൗഡ്സ് വരച്ചു. ഇനി ഞാൻ എൻ്റെ മാർക്കർ എടുത്തു, ഞാൻ യൂഷ്വലി ഹൈലൈറ്റ് അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു സർക്കിൾ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ മാർക്കർ എടുത്തിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ. നമ്മൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്തെടുത്തു. ഇവിടെ കുറച്ച് തിന്നായിട്ടുണ്ട്, അപ്പോൾ ഞാനതൊന്ന് തിക്കൺ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ക്ലൗഡ്സിനെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കളേഴ്സാണ് കൊടുക്കാൻ പോകുന്നത്. വെരി ഫസ്റ്റ് കളർ ദാറ്റ് ഐ എം ഗോണ ഗിവ് us ഓറഞ്ച്. അപ്പം ഞാൻ ട്രഡീഷണൽ മണ്ഡലയിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകാതെ കുറച്ച് തീമായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ റീസൺ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതലായിട്ട് ഒരു ഡിഫറൻസ് ആയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത്. ഡെയിലി ഒരേ മണ്ഡലാസ് വരച്ച് കഴിഞ്ഞാൽ വി വിൽ ഓൾസോ ഗെറ്റ് ബോർഡ്. നമുക്കിങ്ങനെ മാറ്റി മാറ്റി വരച്ച് നോക്കാം. ഇനി പല തീമിലും കുറേ തീംസാണ് മണ്ഡലയിൽ കൂടുതൽ ആൾക്കാർ ട്രഡീഷണലി വരയ്ക്കുന്നതിനെക്കാട്ടും നമുക്ക് എന്തൊക്കെ തീമിൽ വരയ്ക്കാവോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ തീംസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ആനിമൽസിൻ്റെയും ഔൾസ്, പീകോക്സ് അതൊക്കെ ഭയങ്കര കോമൺ ആയി കാണുന്നതാണ്. പിന്നെ ബുദ്ധയുടെ മണ്ഡലയുണ്ട്, അതെല്ലാം ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം വരയ്ക്കാം. കണ്ടോ, നമുക്കിത്രയും ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കൊടുക്കാം. നെക്സ്റ്റ് ഐ എം ഗോണ ഗിവ് എ ലിറ്റിൽ ഒരു പിങ്കിഷ് റെഡ് ടോണാണ് കൊടുക്കുന്നത്. അത് ഞാനിവിടെ കൊടുക്കുകയാണ്. നമ്മൾ ഈ ടോണ് നമ്മുടെ പ്രീവിയസ് ഒരു മണ്ഡലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. അല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ നിങ്ങൾക്ക് ഈ കളേഴ്സൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് സൗകര്യത്തിനും ഉള്ള കളേഴ്സ് ചൂസ് ചെയ്തേ ഉള്ളൂ. ഇനി ഈ സൈഡിൽ ഐ എം ഗോണ ഗിവ് എ ഡാർക്കർ ഗ്രീൻ.
സോ നമ്മൾ ഇത്രയും ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഏകദേശം സെൻറ്റർ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ പേജിൻ്റെ തന്നെ സെൻറ്റർ എടുത്താൽ മതി. അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഒരു ഇന്നർ സർക്കിൾ വരയ്ക്കുക, നമ്മൾ ബേസിക് ആയിട്ടുള്ള. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടില്ല കേട്ടോ, അവിടെ ഒരു ഗ്യാപ്പ് ആയിട്ട് കൊടുക്കുക. ഞാനപ്പോൾ ഇന്നർ സർക്കിൾ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. സോ യു വിൽ നോ. ഇതാണ് ഇന്നർ സർക്കിൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സർക്കിൾ ഇതാണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ കൊടുക്കുന്നത് വളരെ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ആണ്, നല്ലൊരു സ്മൂത്ത് യെല്ലോ, ലെമൺ യെല്ലോ ഇല്ലേ, ആ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു. ഈ ഒരു സെക്കൻഡ് റോ അങ്ങനെ വിടുകയാണ്. അതിൽ നമ്മൾ വി ആർ നോട്ട് ഗോണ ഡു എനിത്തിങ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളൊരു ചെറിയൊരു സർക്കിളും കൂടെ വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ചെറിയൊരു സർക്കിൾ കേട്ടോ. അത് വളരെ തിന്നായിട്ടുള്ള ലൈനാണ് കൊടുക്കുന്നത്. ഞാൻ ആദ്യത്തെ റോ ഹൈലൈറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ 2 റോ വരച്ചിട്ടുണ്ടല്ലോ. ഓൾറൈറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോറി ഒന്ന് കട്ടായി പോയായിരുന്നു, നമ്മളിങ്ങനെ അടുപ്പിച്ച് ഓരോ സർക്കിൾസ് വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ ബ്ലാക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ആ ഗ്യാപ്പ് നമുക്ക് ഈ സർക്കിൾ മാത്രമേ നമുക്ക് വൈറ്റ് ആയിട്ട് കാണാൻ പാടുള്ളൂ. ബാക്കി ഫുൾ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്ത മാർക്കർ തന്നെയാണ് അത്, കാരണം ചെറിയ കുറച്ച് ഏരിയാസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേറെ പെന്നോ അതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരും. ഈ സർക്കിൾസിൻ്റെ അകംഭാഗം മാത്രം വൈറ്റ് കളറിൽ കാണും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അടുത്തൊരു ചെറിയൊരു ലൈനും കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ പതുക്കെ ഹൈലൈറ്റ് ചെയ്യും. അത് തിന്നായതുകൊണ്ടാണ് പതുക്കെ വരയ്ക്കുന്നത്, കാരണം ചെറിയ ലൈനാണല്ലോ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കുറച്ച് വലിപ്പമുള്ളത്, അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുള്ളത്, പിന്നെ ഒരു ചെറിയ തിന്നായിട്ടുള്ളത്,
നമുക്ക് ആദ്യം വരയ്ക്കാനുള്ളത് വരച്ച് വയ്ക്കാം. സോറി, നേരത്തെ മറിഞ്ഞു പോയായിരുന്നു. ഒരെണ്ണം ഒരിത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് പിന്നെ ഒരു ചെറിയ ഗ്യാപ്പിൽ പിന്നെ ഒരെണ്ണം ഒരിത്തിരി വലുത്, 2 വലുത്, അങ്ങനത്തെ ഒരു ഇത്രയും മതി നമുക്ക് വരയ്ക്കാനുള്ളത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാം. കൊടുത്തിട്ട് ഞാനിതിൽ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രിൻ്റാണ്. ഞാൻ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഈ അറ്റത്തൊക്കെ അൺഈവൻ ആയിട്ടാണ്. എപ്പോഴും നമ്മൾ സർക്കിൾ, യൂഷ്വലി ഫുൾ സർക്കിൾ മണ്ഡലം, ഹാഫ് സർക്കിൾ മണ്ഡലമൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ കുറച്ച് അൺഈവൻ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കറക്റ്റ് ലൈൻസ് ഇട്ട് കൊടുത്തു. ഇനിയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വർക്ക് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് സെൻറ്ററിൽ ഒരെണ്ണം, അതിനൊരു ഹെഡ്, താഴെ 2 എണ്ണം, സെൻറ്ററിൽ ഒരു വലുത്, താഴെ 2 എണ്ണം. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതന്നെ ത്രൂ ഔട്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. രണ്ട് സൈഡും വരച്ചു, 2 സൈഡിലും ഡോട്ട്സ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇന്നർ സർക്കിൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു നെക്സ്റ്റ് കാണുന്ന സർക്കിൾ നമുക്കൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ വരച്ചു. ഇനി അടുത്തത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് വെരി ബെസ്റ്റ് തിങ് ടു ഡു ഫസ്റ്റ് ഇസ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അടുത്തത് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെയും ഇവിടെയും ഓരോ ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ ഒരു സർക്കിൾ കൊടുത്തു, ഇതൊരു പോർഷനായി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ, അടുത്ത സർക്കിൾ ഇങ്ങനെ. അതായത് ഇത്രയും ഭാഗത്ത് ഒരെണ്ണം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഓൾമോസ്റ്റ് താഴ്ന്ന്, ഐ മീൻ 1/4 ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇത് ഇവിടെ നിന്ന് നേരെ താഴോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ നിന്ന് അത് ലോക്ക് ചെയ്യുക. ഇവിടെ എൻഡ് നമുക്കുണ്ട്. നമുക്ക് ആ എൻഡിനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ. ഇത് ഡാർക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്തത് ഒരു ലൈറ്റർ സാധാ ജെൽ പെൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈൻസ്, ചെറിയ ലൈൻസ് കൊടുക്കുക. അത് എല്ലാത്തിലും ഞാൻ കൊടുക്കില്ല, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതിൽ മാത്രം ഞാൻ കൊടുക്കുന്നുള്ളൂ. അതായത് താഴത്തെ ലോവർ പാർട്ടിലുള്ളതിന് മാത്രം.
നമ്മൾ ഇത്രയും ചെയ്തില്ലേ, അപ്പോൾ ഇനി ഈ ഒരു പോർഷനും കൂടെ, അപ്പോൾ ഞാൻ അവിടെയും കൂടെ റെഡ് ലൈൻ കൊടുത്തു. ഇനി ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതിൽ നമ്മൾ കുറച്ച് വർക്ക് കൊടുക്കും. ഇനിയും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ഞാൻ ഇത് ഫുള്ളായി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ബ്ലാക്കും ഇതൊരു പ്രിൻ്റ്, ഇനി ഇതും വൈറ്റും ഒരു പ്രിൻ്റ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുത്തതിന് ഒരെണ്ണം വിട്ടിട്ട് അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റ് ഇതിനും നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻ്റ് വരിക. ഇനി ഇത് വെരി ലാസ്റ്റ് വൺ. ആ ലാസ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണ് ഞാൻ വീണ്ടും മാർക്കർ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ കൊണ്ടുവരിക, ഇതിവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. അതിനെക്കാട്ടിലും ഞാൻ ഇവിടെ ഒന്ന് സ്ലൈറ്റായിട്ട് എൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുത്താൽ മതിയാവും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യു പോലെ കൊണ്ടുവന്നിട്ട് അറ്റത്തൊരു സ്പൈറൽ ഇത് കൊടുക്കുക. അത് ഒന്ന് ജോയിൻ ആയിക്കോട്ടെ കേട്ടോ. നമുക്കത് കഴിഞ്ഞത് ഫില്ല് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഇതാണ് ആ പാറ്റേൺ. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ തുടങ്ങിയത് വേറെ ആയിരുന്നു, പക്ഷെ അത് ഇത്ര വലിയ ഭംഗി കാണുന്നില്ല. അപ്പോൾ നമുക്കത് അതല്ല എൻഡിലൊന്ന് ശരിയാക്കി എടുക്കാം. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ബ്ലാക്ക് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇനി നമ്മൾ ഈ ഉള്ളിലത്തെ സർക്കിൾസ് ഒക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് എല്ലാം ഒന്ന് ഒരേപോലെ ആക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ ഫുൾ സെറ്റ് ഓഫ് ഇന്നത്തെ മണ്ഡല ആയിട്ടുണ്ട്. ദിസ് ഇസ് ദ മണ്ഡല ഫോർ ദ ഡേ.